ഹലോ ഗൈസ്, ആദർശിന്റെയും നയനയുടെയും പെരുമാറ്റത്തിലും സംസാരത്തിലും അഭിക്ക് നല്ല സംശയം തോന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ മാറി ഇന്ന് സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു കേൾക്കാൻ തീരുമാനിക്കുകയാണ് അഭി. അഭിക്ക് സംശയം തോന്നാൻ കാരണം ആദ്യമൊക്കെ ആദർശിനെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോൾ ആദർശിന് അഭിയോട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതില്ല. ഇപ്പൊ അഭി എന്ത് പറഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ചാലും ആദർശിന് യാതൊരു കുലുക്കും ഇല്ല കേട്ടോ. നീ എന്ത് വേണമെങ്കിൽ ആയിക്കോ, എന്നാലും ഞാൻ പണം തരില്ല എന്നുള്ള മട്ടിലാണ് ആദർശിന്റെ നിൽപ്പ്. അതുകൊണ്ട് തന്നെ അഭി ഇവരെ നല്ല രീതിക്ക് വാച്ച് ചെയ്യാണ്. അതിൽ നിന്നും അഭിക്കൊരു കാര്യം മനസ്സിലാവണേ, ചന്തുമോളെ കുറിച്ചും അനഘയെ കുറിച്ചും ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒളിഞ്ഞു മാറി നിന്ന് ആദർശിന്റെ വായിലൂടെ തന്നെ അഭി സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കേട്ടോ. ഏത് നിമിഷവും സത്യങ്ങൾ ഇവർ അറിയുന്നുള്ളത് അഭിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അഭി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കരുതിയ പോലെ തന്നെ ചന്തുമോളെ മുൻനിർത്തിയാണ് അഭി ഇനി കളിക്കാൻ പോകുന്നത്. സത്യങ്ങൾ അറിഞ്ഞ പാടെ തന്നെ ഒരു നിമിഷം അഭി ഞെട്ടിയെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അഭി പ്ലാൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ആദർശ് ഓഫീസിലേക്ക് കയറി വരുന്നതാണ്. കയറി വന്ന പാടെ തന്നെ ആദർശിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ആദർശ് ഓഫീസ് റൂമിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ആദർശിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുന്നുണ്ട്, സർ. എന്താ? സാറിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സാറിന് വിരോധമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ അത് ചോദിക്കില്ല സർ. തനിക്കെന്തോ കാര്യമായിട്ട് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ സാറെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ സാറിനോട് നേരിട്ട് ചോദിച്ചിട്ട് ആ കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്താന്ന് കരുതിയത്. ഇത് കേട്ടപ്പോ തന്നെ ആദർശിന് കാര്യം പിടികിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ അസിസ്റ്റന്റ് മാനേജർ പറയുന്നുണ്ട്, സർ, നയന മാഡം സാറിന്റെ സെക്കൻഡ് വൈഫാണോ? മുൻപൊരു വൈഫുള്ള കാര്യം മൂർത്തി സാറോട് പറഞ്ഞിട്ടില്ലെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിപ്പോ വീട്ടിൽ അനന്തപുരിയില് സാറിന്റെ മകളായി കഴിയുന്നു എന്നൊക്കെ അറിയാൻ പറ്റിയത് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല സർ. പലരും ദത്തെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എന്താ സത്യം സർ? അപ്പോഴാണ് നയന അങ്ങോട്ട് കയറി വരുന്നത്. എന്തൊക്കെ അറിയണം നിങ്ങൾക്ക്? മാഡം, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കുറെ കാലമായിട്ട് സാറിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. സാറിനെ പോലെ നല്ല മനസ്സുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ആ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് ചോദിച്ചതാ മാഡം. അങ്ങനെ ഒരു വിശ്വാസം താങ്കൾക്കുണ്ടല്ലോ, പിന്നെന്തിനാ അത് ചോദിക്കേണ്ട ആവശ്യം? അല്ല, എല്ലാവരും ഓരോന്ന് പറയുന്നു, സാറ് അങ്ങനെ കുറ്റപ്പെടുത്തരുതല്ലോ. എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് പറയണമെന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്നുള്ളത് അറിയണ്ടേ? അപ്പോ നിങ്ങളുടെ അടുത്ത് ആരാ ചോദിച്ചത്? അത് പിന്നെ മനസ്സിലായി. ചേട്ടൻ അതേക്കുറിച്ച് ഇനിയൊന്നും പറയണ്ട. അതെ, എന്റെ ആദർശേട്ടൻ തെറ്റിയില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ. എനിക്കില്ലാത്ത പ്രശ്നം മറ്റാർക്കും വേണ്ട. പിന്നെ ചേട്ടൻ ഒരുപാട് നാളായിട്ട് ഇവിടെ ആദർശേട്ടന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യല്ലേ. അപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് ചേട്ടനല്ലേ. ആ ചേട്ടൻ തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? സോറി മാഡം, ഞാൻ ഇനി ചോദിക്കില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആ കുഞ്ഞൊരിക്കലും സാറിന്റെ കുഞ്ഞല്ല. അങ്ങനെ പറയണ്ട. ഞങ്ങൾ ചന്തുമോളെ ഞങ്ങളുടെ സ്വന്തം മകളായിട്ടാ നോക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് അച്ഛനും അമ്മയും ആവുന്നതിൽ ഞങ്ങൾക്ക് ഒരു അസൗകര്യവും ഇല്ല. അല്ലെ ആദർശേട്ടാ? അതെ, ആരെന്നെ എന്ത് ചോദിക്കുകയാണെങ്കിലും അതെന്റെ മകളാണെന്ന് എന്നെ ധൈര്യമായിട്ട് പറഞ്ഞു. ശരി സാറേ. ഇതും പറഞ്ഞുകൊണ്ട് ആ മാനേജർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദർശിന്റെ മുഖം വല്ലാതെ വാടുന്നുണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇതൊന്നും കേട്ടിട്ട് ആദർശേട്ടൻ വിഷമിക്കണ്ട. ചിലർക്ക് വേണ്ടി നമ്മൾ പലതും ത്യജിക്കപ്പെടേണ്ടി വരും. പക്ഷെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം ആയിരിക്കും ആദർശേട്ടാ. പലരുടെയും സന്തോഷത്തിന് നമ്മൾ കാരണമാവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നയനെ, നീയാണ് എന്റെ ഭാഗത്തായിരുന്നെങ്കിൽ നീ അത് നല്ല സന്തോഷത്തോടെ ഏറ്റെടുത്തേനെ. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എന്നോട് തന്നെ ചോദിക്കുക. സ്വയം അപമാനിതനാവുമല്ലേന്ന്. എന്നാൽ കൃത്യസമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. ഏട്ടാ, നയനേടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ അനി? അല്ല, ഏട്ടൻ എന്നെ കാണണമെന്ന് പറഞ്ഞു, അതാ വന്നത്. നിന്നോട് ഇന്നലെ പറഞ്ഞിട്ട് നീ ഇന്നാണോ അനി വരുന്നത്? പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യരുത് കേട്ടോ. ഏട്ടാ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നിന്റെ തിരക്കെന്താണെന്നുള്ളത് എനിക്കറിയാം. നന്ദുവിന്റെ പിന്നാലെ നടക്കല്, അവളെ വിളിച്ച് ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യാ, ഇതല്ലേ? ദേ, നന്ദുവിനെയും കൂടി നീ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. അവള് പോലീസായിട്ട് വരുമ്പോഴേ ഇത്തരം തെറ്റുകൾക്ക് നിന്നെ അവള് ജയിലിൽ അടയ്ക്കും. പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവളുടെ കൈക്കൊണ്ട് ഞാൻ ജയിലിലാവാണേ ആവട്ടെ. ഇപ്പൊ ഉള്ളതും ജയിലിൽ തന്നെ, അവള് വന്നാലും ജയിലിൽ തന്നെ. എന്തായാലും ഇപ്പൊ ഉള്ളതിനേക്കാൾ നല്ലതായിരിക്കും ജയിൽവാസം. അപ്പൊ നയന പറയുന്നുണ്ട്, നിനക്ക് എന്താ എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത അനി? അനാമികയെ ചൂട് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തിരിച്ചു അവൾക്കും ആവാലോ. അവള് പലരുടെയും കൂടെ കറങ്ങുന്നുണ്ട്. അതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല. എല്ലാവരും എന്നെ പഠിപ്പിക്കാനാണ് നടക്കുന്നത്. ഞാൻ നന്ദുവിനെ കാണാനും വിളിക്കാനും ശ്രമിക്കുന്നതുകൊണ്ടാണ് അവള് പലരുടെയും കൂടെ കറങ്ങി നടക്കുന്നതെന്നുള്ള ഒരു അഭിപ്രായം ഏട്ടത്തിക്കുണ്ടോ? ഉണ്ടെങ്കിലും എനിക്കില്ല. കാരണം അവൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല അങ്ങനെ ഇറങ്ങി പോകുന്നത്. അവളുടെ സ്വഭാവം അതാണ്. അങ്ങനെ വഴിവിട്ട് സഞ്ചരിച്ചവരെ അങ്ങനെ തന്നെ നടക്കൂ. അവളുടെ സ്വഭാവം അതായതുകൊണ്ടാ ഞാൻ പലരുടെയും പിന്നാലെ പോകുന്നത്. നയനെ, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ സ്വയം നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഏട്ടാ, വേറൊരു കാര്യം ഞാൻ വരുന്ന വഴിക്ക് അറിയാൻ പറ്റിയതാ. ഇവിടുത്തെ സ്റ്റാഫുകൾക്കിടയിൽ ചെറിയൊരു പറച്ചിലുണ്ട്. ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ഏട്ടനെ കുറിച്ച് ചില തെറ്റായ ധാരണകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്.
അതൊക്കെ അവർ പരസ്പരം കൈമാറുന്നുണ്ട്. എന്തോ ചെറിയ സൂചന ആരോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അഭിയാണെന്നാ. അപ്പൊ നയന പറയുന്നത് അവനല്ലാതെ വേറെ ആരാ? ഓരോ ദിവസം അവന്റെ അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുക. പലതും വിളിച്ചു പറയാൻ തോന്നുക. എന്താ ഏട്ടത്തി? ഏയ് ഒന്നുമില്ല. ഏട്ടത്തി എന്തോ പറയാൻ വന്നു. ഏയ് ഒന്നുമില്ല. നീ എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല, നീ പൊയ്ക്കോ. ആ പിന്നെ ഏട്ടാ, എനിക്ക് 2 ദിവസം ലീവ് വേണം. 2 ദിവസം എനിക്ക് ബ്രാഞ്ചിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. നീ എവിടെ പോകുന്നു? അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫംഗ്ഷൻ കൂടാൻ വേണ്ടി പോവാനുണ്ട്. അവന്റെ കല്യാണോ? അത് കൂടിയിട്ട് പെട്ടെന്ന് വരും. കല്യാണം തന്നെയാണോ? അതോ നീ വേറെ എവിടെയെങ്കിലും ആരെയും കാണാൻ പോവേ? എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ സംശയമാണല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള തെളിവ് കാണിച്ചെന്നാ പോരെ. എന്നാലും പറഞ്ഞ പോലെ 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ കൃത്യസമയത്ത് തന്നെയാണ് അനിയുടെ ഫോണിലോട്ട് നന്ദു വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കും. നന്ദു ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അനി അവിടുന്ന് മാറുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് നയനോട് പറയുന്നുണ്ട്, നയനെ അവന് ഫോണിലേക്ക് പാരാ വിളിച്ചത്? അറിയില്ല ആദർശേട്ടാ. നന്ദു ആയിരിക്കോ? ഏയ് നന്ദു ആവാൻ വഴിയില്ല. നന്ദുവിനെ നമ്മൾ പറഞ്ഞ അത്രത്തോളമൊക്കെ തിരുത്തുന്നില്ലേ? ഇവനെ അങ്ങോട്ട് വിളിക്കാനാ സാധ്യത. അനി പലപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്ന് എന്നോട് ഇടയ്ക്ക് വിളിച്ചപ്പോൾ നന്ദു പറഞ്ഞിരുന്നു. ഞാനതത്ര കാര്യമാക്കിയിട്ടില്ല ആദർശേട്ടാ. എന്തെങ്കിലും ആവട്ടെ, അവനും അവള് കണക്കാ. ആരെയും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. ആനാമിക വല്ല കുറവുണ്ടോ? അവള് നന്നായിരുന്നെങ്കിൽ അനി ഇന്നിപ്പം നല്ലൊരു ഭർത്താവായനെ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശ് കൈ കഴുകാൻ വേണ്ടി ടാപ്പിന്റെ അടുത്തോട്ട് പോകുന്നതാണ്ടോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഇങ്ങനെ കളിയാക്കി ചിരിക്കാണ് ആദർശിനെ നോക്കിയിട്ട്. സാറേ എന്താ സാറേ, 1-2 ദിവസമായിട്ട് ലീവായിരുന്നല്ലോ. ഇപ്പോ ഓഫീസിലോട്ട് അങ്ങനെയൊന്നും വരാറില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? അല്ല, പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇതൊക്കെ സത്യമാണെന്ന് അറിയണ്ടേ? പലരുടെയും വായ മൂടിക്കിട്ടണ്ടേ സാറേ. നിനക്കിപ്പോ എന്താ അറിയണം? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. അയ്യോ സാറേ, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. സാറിനെ പോലുള്ള നല്ലൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആരായാലും ചോദിച്ചു പോവില്ലേ സാറേ? ചോദിച്ചത് ചോദിച്ചു. നാവിന് എല്ലില്ലാത്തവർ പലതും പറഞ്ഞു നടക്കും എന്ന് കരുതി അതൊറ്റയടിക്ക് അങ്ങ് വിഴുങ്ങണ്ട. താനേ തന്റെ ജോലി പോയി ശ്രദ്ധിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അനന്തപുരിയിലെ അബിയെ കാണിക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഒരു ഫോൺ ചെയ്യാൻ കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. ഇവൻ ഏത് സമയം ഇപ്പൊ ഫോണിൽ തന്നെയാണല്ലോ. ആർക്കും ഇതിന് മാത്രം ഇവൻ വിളിക്കുന്നത്? ഒന്നും അങ്ങ് കേൾക്കാനും പറ്റുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഇവന്റെ ചുറ്റിക്കളി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവമേ, ഇവൻ വേറെ വല്ല പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. ഒരു ബ്രാഞ്ച് അച്ഛൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതൊന്ന് ശരിയാക്കി കൊടുക്കണേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അതെ, നിങ്ങൾ എന്താ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നത്? അയ്യോ നവ്യെ, ഞാൻ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. കുഞ്ഞിനെ നോക്കിയിട്ട് കണ്ടില്ല. കുഞ്ഞ് നയനയുടെ കയ്യിലാ. അല്ല, കുഞ്ഞിനെ അതിനെന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നേ? അത് പിന്നെ കുഞ്ഞ് ഉറങ്ങാണെങ്കിലോ? ഉറങ്ങാണെങ്കിൽ എന്താ? ഈ ശബ്ദം കേട്ടപ്പോ അബി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ, എന്തു പറ്റി നവ്യെ? നിങ്ങളുടെ അമ്മേ ഇവിടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോ അബി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ചെ അമ്മ ഇങ്ങനെ ചീപ്പാവല്ലേ? ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാ അമ്മ ഒളിഞ്ഞു കേൾക്കുന്നത്? നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അവൻ എന്തൊക്കെയോ തലവേദന ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അമ്മേ, അമ്മ ഒന്ന് വന്നേ. നവ്യ നീ ചെല്ലേ. അല്ല, നവ്യ പോവാൻ വരട്ടെ. കുഞ്ഞിനെ എന്തിനാ അവക്ക് കൊണ്ടുകൊടുത്തത്? അതെന്താ കൊണ്ടുകൊടുത്താല്? അവൾ എന്റെ അനിയത്തിയല്ലേ. എന്റെ കുഞ്ഞിനെ എടുക്കാൻ തോന്നുമ്പോ അവൾ എടുക്കും. അതിനെന്താ കുഴപ്പം? ഹേയ്, ഒരു കുഴപ്പമില്ല. എന്റെ നവ്യെ, നീ ഇത്ര പൊട്ടിയായി പോയല്ലോ. ദേ, നിന്നെ അവള് പൊട്ടിയാക്കുക. എന്തായാലും നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്താലും എന്റെ അനിയത്തി ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ നീ അവളെ കണ്ണും പൂട്ടി വിശ്വസിച്ച് നടന്നോ? ദേ, ഇപ്പൊ തന്നെ നീ അങ്ങോട്ട് പോയി നോക്ക്. ആദർശിന് ഏതോ ബന്ധത്തിലുണ്ടായി കുഞ്ഞിനെ അവള് താലോലിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഈ കണ്ട സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലേക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ നോക്കാൻ അവൾ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മുത്തശ്ശന് എന്താ കുഴപ്പം? അവനാണെങ്കിൽ കമ്പനി കാര്യങ്ങളിൽ ഒന്നും ഉഴപ്പില്ല. അതുകൊണ്ട് അവൻ തന്നെ ഇനിയും തുടർന്നാൽ മതിയെന്നായിരിക്കും അച്ഛന്. ഇങ്ങനെ പോയാ നിന്റെ ഭർത്താവിന് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൂർത്തി സ്റ്റീലറിയുടെ വലിയ എന്തോ ഡിസൈനർ ആണല്ലോ നിന്റെ അനിയത്തി. അവള് പറഞ്ഞ ആദർശ് കേൾക്കില്ലേ? എന്തിനാ അവള് പറയുന്നത്? അവള് വിചാരിച്ച അബിക്ക് 2 ബ്രാഞ്ചെങ്കിലും മിനിമം വാങ്ങിക്കൊടുക്കാം. എന്തുകൊണ്ട് അവൾ അത് ചെയ്യുന്നില്ല? വേറൊന്നും കൊണ്ടല്ല, അവക്ക് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും പണം കിട്ടിയാൽ മതി. അതാണ് അവളുടെ ലക്ഷ്യം. ഇതൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ആ സമയം തന്നെ അബി പറയുന്നുണ്ട്, നവ്യ നീ എന്തായാലും നിന്റെ അനിയത്തി അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട. എനിക്ക് എന്തായാലും അവരെ വിശ്വാസമില്ല. പിന്നെ നീ എന്തായാലും സൂക്ഷിച്ചോ നവ്യെ. അവളെന്തായാലും നിന്റെ കുഞ്ഞിനുള്ള അവസരമൊക്കെ ആ പെണ്ണിന് തട്ടിയെടുത്ത് കൊടുക്കും. ഇതെല്ലാം കൂടി കേട്ടിട്ട് നവ്യക്ക് ഓരോ സംശയങ്ങൾ ഇങ്ങനെ വരാണ് കേട്ടോ. ആ സമയത്ത് അബി പറയുന്നുണ്ട്, അമ്മയൊന്നിങ്ങ് വന്നേ. ഇതും പറഞ്ഞ് അബി ജലജയുടെ കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ജലജ പറയുന്നുണ്ട്, എന്താടാ നിനക്ക് എന്താ പ്രശ്നം? ഒരു വിധത്തിൽ അവളെ ചൂട് പിടിപ്പിച്ച് വരുമായിരുന്നു. അപ്പോഴേക്കും അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചൂട് പിടിപ്പിക്കലൊക്കെ നിൽക്കട്ടെ, ഞാൻ സംസാരിക്കുന്ന എന്തിനാ ഒളിഞ്ഞു കേട്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതാ. ദേ അമ്മേ, എല്ലാവരോടും കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറാത്ത പോലെ എന്നോട് പറയാൻ നോക്കണ്ട. പറയാമേ, എന്തിനാ അവിടെ വന്നിരുന്നേ? പറയാം,
കുറച്ച് ദിവസമായിട്ടേ നിനക്ക് ഒളിഞ്ഞും പാത്തുള്ള സംസാരം കൂടുതലായിട്ടുണ്ട്. എന്താണെന്നൊന്ന് അറിയാൻ തോന്നി, അതുകൊണ്ട് അവിടെ വന്ന് നിന്നത്. ഛേ, അമ്മയ്ക്ക് നാണമില്ലമ്മേ ഞാൻ സംസാരിക്കുന്ന ഒളിഞ്ഞു കേൾക്കാൻ. ശരി, ഞാൻ നിർത്തി. എന്നാ പറ, എന്താ നിന്റെ പ്രശ്നം? നിനക്കും ആ കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ദേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും പറഞ്ഞോ. ഇല്ലാന്നുണ്ടെങ്കിലേ അവസാനം നീ ഒറ്റപ്പെട്ട് കരയേണ്ടി വരും. അമ്മേ, ഞാൻ പറഞ്ഞോ ആ പെണ്ണും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന്? അമ്മ അനാവശ്യമായി കാട് കയറി ഓരോന്ന് ആലോചിക്കേണ്ട. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അയാളുടെ മകളല്ലേ, അതിന് ഞാനെന്തിനാ ബന്ധം കാണിക്കുന്നേ? അല്ല, നിന്റെ കുഞ്ഞാണെങ്കിൽ നീ ആ കുട്ടിയോട് ഒരു അടുപ്പമൊക്കെ കാണിക്കും. അതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ നീ ഇടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞും പാത്തുള്ള സംസാരം കൂടുതലായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ ഒരു സംശയം, അതാ ചോദിച്ചത്. ഇനി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട്. ഒന്നുമില്ല തൽക്കാലത്തിന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിലേ നീ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ തന്നെ അബിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മറ്റേ പോലീസാണ് കേട്ടോ, ജ്വല്ലറിയിലെ കേസ് ഇടപെട്ടിരുന്ന ആ പോലീസില്ലേ. അപ്പൊ ആ പോലീസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹലോ മിസ്റ്റർ അബി, നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് തന്നില്ല. എത്ര ദിവസമായെന്ന് വെച്ചിട്ടാ നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ കാശ് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ വെളിച്ചത്താക്കുവേ. താൻ തരാ പറഞ്ഞ കാശുകൊണ്ട് ഞാൻ പല മാനക്കോട്ടുകളും കിട്ടിയിരിക്കുക. ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കരുത്. സാറേ, ഞാൻ കുറച്ച് തിരക്കിപ്പെട്ടുപോയി. അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. താൻ എന്ത് തിരക്കിപ്പെട്ടെന്നാ? സാറേ, സാറിനറിയാലോ, മൂർത്തീസ് ജ്വല്ലറി എന്നുള്ള വലിയൊരു കമ്പനിയിട്ട് തലപ്പത്തിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഒരുപാട് ജോലികൾ ഉണ്ടാവും. കാശ് എത്രയും പെട്ടെന്ന് എന്റെ കയ്യിൽ കിട്ടും. ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ തരാം. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ തരില്ല. ദേ അബി, പെട്ടെന്ന് തന്നെ എനിക്ക് എന്റെ പണം കിട്ടണം. വെറുതെ ഒന്നല്ലല്ലോ, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ കള്ളം കാണിച്ചിട്ടാ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയേ പറ്റൂ. സാറേ, പ്ലീസ് സാറേ, ഒരു 2 ദിവസമെങ്കിലും താ. 2 ദിവസം ഒന്നും തരാൻ പറ്റില്ല. നാളെ 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 എന്ന് പറഞ്ഞ് നീ ലോട്ടറി തരുന്ന പോലെ കൊണ്ടുപോവുക. ഇത് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കണം. ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം. 10 ലക്ഷം കറക്റ്റായിട്ട് എന്റെ കൈയിട്ടിരിക്കണം. ബാക്കി നീ എപ്പോൾ തന്നാലും വേണ്ടില്ല. സാറേ, 10 ലക്ഷം എനിക്ക് പെട്ടെന്ന്, നിനക്കെന്താ പെട്ടെന്ന് ശരിയാക്കി തരാൻ പറ്റാത്തത്? നീ മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ. നിനക്ക് 10 ലക്ഷമൊക്കെ നിസ്സാരമാണ് അബി. ചുമ്മാ എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ലോക്കപ്പിലിട്ട് നിന്നെ ഇടിച്ച് പരിപ്പടക്കും ഞാൻ. സാറേ, എന്നാ പിന്നെ ഒരൊറ്റ ദിവസം താ. നാളെ വൈകിട്ടത്തേക്ക് ഞാൻ പണം ഒപ്പിച്ചു തരാം. നാളെ? ശരി, എങ്കിൽ പിന്നെ നാളെ വൈകിട്ടത്തേക്ക് എനിക്ക് പണം കിട്ടിയിരിക്കണം. കിട്ടും സാറേ, ഉറപ്പായിട്ട് പണമായിട്ട് ഞാൻ സാറെ കാണാൻ വന്നിരിക്കും. ശരി, ഇതെന്റെ അവസാനത്തെ വാക്കാ. ഇനി നീ എന്നെ കൂടെ മാറ്റി പറയിപ്പിക്കരുത്. മാറ്റി പറയിപ്പിക്കലായിരിക്കില്ല, അടിച്ച് ഞാൻ നിന്നെ ജയിലിൽ കയറ്റും. പിന്നെ നീ അനന്തപുരിയിൽ നിന്ന് പുറത്തായിരിക്കും. അയ്യോ, അബദ്ധമൊന്നും കാണിക്കില്ല സാറേ, ഞാൻ ആ പണം പെട്ടെന്ന് തന്നെ തരാം. ശരി. ഇതും പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അബി. ആ സമയത്താണ് ആദർശിനെയും നയനയും കാണിക്കുന്നത്. അവര് മുറിയിലോട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ അബിക്ക് ദേഷ്യം വരാണ്. എല്ലാത്തിനും കാരണം ഇവനാ തരാനുള്ള പണം തന്നാ മതി. ഒരാദർശം വന്നിരിക്കുന്നു. ഇവനൊക്കെ ഇത്രയും ചെയ്തെന്ന് ആ കിളവൻ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് MD സ്ഥാനത്ത് തന്നെ ഇങ്ങനെ നിർത്തുന്നത്? ആ കിളവനല്ലേനും എന്നെ മാത്രം വേറിട്ടിൽ കാണല്. ഞാനല്ലേനും അയാളുടെ ചോരയല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് പണം കിട്ടണം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് പണം തട്ടണം. ഇവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇപ്പൊ ഒരു വഴിയേ ഉള്ളൂ. ഓഫീസിൽ എല്ലാരും അറിയിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. അല്ലാതെ 10 ലക്ഷം നാളെ വൈകിട്ടേക്ക് ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടാനാ? നവ്യയുടെ അടുത്ത് ഒരുപാട് സ്വർണ്ണമുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്ന് എടുത്ത ഞാൻ കള്ളനായി. എന്തായാലും ഈ അവസരത്തിൽ അത് പറ്റില്ല. ഇനിയിപ്പൊ ചോദിച്ചാൽ തന്നെ ആ ആർത്തിപ്പണ്ടാരം തരുമോ? ഇല്ല. എന്തായാലും അതിനേക്കാൾ നല്ലത് അയാളെടുത്ത് എന്നെ പോയി ചോദിക്കുന്നതാ. ഓഫീസിൽ എല്ലാവരുടെ മുന്നേ നാണം കെടുമെന്ന് അറിയുമ്പോ തന്നാൽ എനിക്ക് പണം തന്നോളൂ. അഭിമാനം വെച്ച് ആരും കളിക്കില്ലല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് അബി നേരെ പോകുന്നത് അവരുടെ മുറിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്താണ് ആദർശും നയനയും സംസാരിക്കുന്നത് കേൾക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, നയനെ, ശരിക്കും പറഞ്ഞ് എനിക്ക് മടുത്തു. പക്ഷെ ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയാ ഇങ്ങനെ നാടകം കളിച്ചോണ്ടിരിക്കുന്നത്. ആദർശേട്ടാ, ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. ചന്തമോള് നമ്മളുടെ കുഞ്ഞല്ലേ, ഇനി നമ്മൾ വേണ്ട അവളെ നോക്കാൻ. അപ്പൊ അബി മനസ്സിൽ കരുതുന്നുണ്ട്, അങ്ങനെ സ്വയം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇനി ഏതായാലും ആ തലവേദന എന്റെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ. അപ്പോഴാണ് നയന പറയുന്നത്, ആദർശേട്ടാ, ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആദർശേട്ടന് ഇത് വേണ്ടെന്ന് വെക്കാൻ തോന്നുന്നുണ്ടോ? നയനെ, അങ്ങനെയല്ല. പലരും എന്നെ ചെയ്യാത്ത തെറ്റിന് കുറ്റപ്പെടുത്തുമ്പോ എന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അറിയൂ. എനിക്കറിയാം ആദർശേട്ടനെ ആദർശേട്ടൻ അച്ഛനും അമ്മയും മനസ്സിലാക്കി, ഞാനും മനസ്സിലാക്കി. അതിലുപരി ആരാ മനസ്സിലാക്കേണ്ടത്? ദേ, ആദർശേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലാക്കി. ബാക്കിയുള്ളവരോടൊക്കെ പോവാൻ പറ. അവരുടെ മനസ്സും നല്ലതല്ല, അവരും നല്ലതല്ല. അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ആ സത്യം മറച്ചു വെച്ചാ നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൂടെ? അപ്പൊ ഇത് കേട്ടപ്പോ അബി പറയുന്നുണ്ട്, സത്യോ? എന്ത് സത്യം? എന്തോ ഇവർക്കറിയാം. നോക്കി ആദർശേട്ടാ, എങ്ങനെ നമ്മൾ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ അച്ഛൻ ഞങ്ങളല്ല അബിയാണെന്ന് പറയാം. ഇത് കേട്ടപ്പോ തന്നെ അബി പിടിച്ചെടുത്തുനിന്ന് പിടുത്തം വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആകെ അന്ത വിട്ട പോലെ നിൽക്കുകയാണ്. അബി എന്തൊക്കെ ചെയ്തോട്ടെ, എന്നാലും നമ്മൾ ആ കുട്ടിയെ സംരക്ഷിച്ച അബി എന്റെ ചേച്ചിക്ക് സമാധാനം കൊടുക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
പക്ഷെ കൂടുതൽ കൂടുതൽ അത് വഷളാവുകയല്ലേ നയനെ. ഒരു ദിവസം ചേച്ചി എല്ലാം മനസ്സിലാക്കുക ആദർശേട്ടാ. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരും. എന്നുവെച്ചാൽ എനിക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതോടൊപ്പം ഇതിനെയും കൂടി സ്നേഹിക്കുമ്പോൾ ചേച്ചിക്ക് അതിന്റെ വിഷമമൊക്കെ മാറിക്കോളും. പക്ഷേ നയനെ, അത് അത്ര പെട്ടെന്ന് നടക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം. സമയമെടുത്തിട്ടാണെങ്കിലും നമുക്കൊരു കുഞ്ഞ് പറക്കും ആദർശേട്ടാ. പിന്നെ അഭിയാണ് കേട്ടോ കാണിക്കുന്നത്. അഭിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അപ്പോൾ ഇവര് സത്യം എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ DNA ടെസ്റ്റ് നടത്തിയോ? എൻ്റെ കുഞ്ഞാണെന്നുള്ളത് പിന്നെ എങ്ങനെ അറിയാനാ? ആനൊക്കെ സംസാരിച്ചോ? എന്തായാലും അതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതല്ല മുഖ്യം. ഇനി ആ പെണ്ണിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കിവിടെ തുടരാൻ പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? കൂടെ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോവാ. ഇന്നലെ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞിരുന്നു. നയനെ, ഐസ്ക്രീം ഇനി വാങ്ങിച്ചു കൊടുക്കൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ചന്തമോൾക്ക് ഐസ്ക്രീം ഒന്നും കഴിച്ചാൽ അങ്ങനെ പെട്ടെന്ന് അസുഖമൊന്നും വരില്ല. എന്നാലും ഇതൊന്നും വാങ്ങിക്കൊടുക്കുന്ന അത്ര നല്ലതല്ല. എന്നാൽ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് പുറത്തു പോവാം ആദർശേട്ടാ. മോളെ ഒരുക്കി കൊടുക്കട്ടെ കേട്ടോ ഞാൻ. ശരി. ആ സമയത്ത് തന്നെ അബി അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അബി പറയുന്നുണ്ട്, അപ്പോൾ ഇത് തന്നെയാണ് സമയം. ഇതും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഗുണ്ടകൾക്ക് ഡയൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ, നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞങ്ങൾ ഗോഡൗണിലുണ്ട് സാർ. എന്താ സാർ, എന്തെങ്കിലും വർക്കുണ്ടോ? ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജംഗ്ഷനിലോട്ട് വരണം. ഒരു കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിങ്ങോ? കിഡ്നാപ്പിംഗ് എന്ന് കേട്ടിട്ടില്ലേ? അല്ല, ആരെയാ സാർ കിഡ്നാപ്പ് ചെയ്യേണ്ടത്? പേടിക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു കൊച്ചുകുട്ടിയാ, നിസ്സാരമായിട്ട് കാര്യം നടത്തിയെടുക്കണം. എന്നിട്ട് വല്ല നാടോടികളുടെ കൂട്ടത്തിലും കൊണ്ട് കളയണം. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താൽ മതി. കാശ് കിട്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. ഓക്കെ. അങ്ങനെ അബി ചന്തുമോളെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കാൻ കേട്ടോ. ഇവർ പുറത്ത് വന്ന സമയം തന്നെ അവിടെ കിഡ്നാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു കിഡിലൻ ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.